ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പല ആൾക്കാരുടെയും പരാതിയാണ് എൻ്റെ പ്രൊഫഷണൽ മോഡ് കാണുന്നില്ല. എൻ്റെ ഫേസ്ബുക്കിൽ പ്രൊഫഷണൽ മോഡ് കാണുന്നില്ല. ഈ പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്താലോ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ ആ സാധനം കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു ഇഷ്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ മെയിൻ കാരണം എന്താണ് നിങ്ങളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ അത് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഡീറ്റെയിലും കൂടി ഇതിൽ കൂടി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും. നമ്മളുടെ എല്ലാവരുടെയും പ്രൊഫൈലിന്റെ ഈ ഒരു ഭാഗത്താണ് പ്രൊഫഷണൽ മോഡ് കാണാറുള്ളത്. അതായത് നമുക്ക് പ്രൊഫൈലിൽ പോയി ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ്. നിലവിൽ എൻ്റെ ടേൺ ഓണിലായതുകൊണ്ടാണ് അവിടെ ടേൺ ഓഫ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളിൽ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റീസൺ ഉണ്ട്. അതിൽ മെയിൻ ആണ് നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ ലോക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോക്ക് നിങ്ങൾ ഒഴിവാക്കി വെക്കണം. ഇപ്പൊ നിലവിൽ എൻ്റെ ലോക്കൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇത് ഇവിടെ നിങ്ങൾ ലോക്ക് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അൺലോക്ക് ആക്കിയിട്ട് വെക്കണം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു റീസൺ ആണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈലിൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ പ്രൊഫൈലിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേജിൽ ഇത് പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ തന്നെയായിരിക്കണം. മൂന്നാമത് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള കൺട്രിയിലാണോ ഉള്ളതും കൂടി നോക്കണം. ഇതെല്ലാ കൺട്രിയിലും ഈ പ്രൊഫഷണൽ മോഡ് സിസ്റ്റം ഇല്ല. ചില കൺട്രികളിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കാൻ അലൗഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് ഈ പ്രൊഫഷണൽ മോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അതുകൂടാതെ നമ്മൾ ഇതൊക്കെ ക്ലിയർ ആകുന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ ഓക്കെ ആയിട്ടും നിങ്ങൾക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഈ ഒരു ഭാഗം നിങ്ങൾ ആദ്യം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അതായത് ഞാനിപ്പോൾ പോയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടിൽ പോവാം. അതായത് ഈ സപ്പോർട്ട് നമുക്ക് ഈ ഫേസ്ബുക്കിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഈ സപ്പോർട്ടിൽ പോയതിന് ശേഷം ഈ സപ്പോർട്ടിൽ ആ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. അതായത് ഈ റിപ്പോർട്ട് ടെക്നിക്കൽ പ്രോബ്ലം എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. അവിടെ സ്ക്രീൻഷോട്ട് അവിടെ അറ്റാച്ച് ചെയ്യുക. നമ്മുടെ കാര്യങ്ങൾ പിന്നെ അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കവിടെ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവിടെ ഇൻക്ലൂഡ് അടിക്കുക. ഇൻക്ലൂഡ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള ഈ നമ്മുടെ നിലവിലെ പ്രൊഫൈലിനാണെന്നുള്ള ഇഷ്യൂ, ആ പ്രൊഫൈൽ ഇവിടെ സെലക്ട് ചെയ്യുക. പ്രൊഫൈൽ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാറ്റർ ഇങ്ങനെ നമ്മളെ പ്രൊഫൈലിൽ നമ്മുടെ പിന്നെ പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നില്ല. നമ്മൾ നിലവിലുള്ള എല്ലാ രീതിയിലും എൻ്റെ ഫേസ്ബുക്ക് കണ്ടീഷനാണ്, ഓക്കെ ആണ്. പക്ഷെ എന്നിട്ടും എനിക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കത് റെക്കോർഡ് സ്ക്രീൻ, അതായത് സ്ക്രീൻഷോട്ട് വീഡിയോ ആക്കുകയാണെങ്കിൽ അത് അങ്ങനെ ആക്കിയിട്ട് അത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതല്ലാതെ നമ്മൾ അപ്ലോഡ് ഫ്രം ഫോൺ, നമ്മൾ സ്ക്രീൻഷോട്ട് ഫോട്ടോ ആക്കിയിട്ട് നമുക്ക് ഇതിൽ കൂടി അറ്റാച്ച് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക. ഇതാ അപ്ലോഡ് ഫ്രം ഫോൺ എന്നില്ല. ഇപ്പം ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ അറ്റാച്ച് ചെയ്ത് ഓക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം നിങ്ങളിവിടെ മാറ്ററൊക്കെ എഴുതിയിട്ട് ഉണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം നിങ്ങളുടെ ലിങ്ക് അതിന് മുൻകൂട്ടി എനിക്ക് പറയാൻ വിട്ടുപോയി. ആ ലിങ്ക് നിങ്ങൾ അവിടുന്ന് ഒന്ന് കോപ്പി ചെയ്യണം. നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ ലിങ്ക് ആദ്യം കോപ്പി ചെയ്തിട്ട് വെക്കണം. ഇവിടെ നിങ്ങൾ ടൈപ്പ് ആയിരിക്കണം ചെയ്യേണ്ടത്, ടൈപ്പ് ചെയ്യണം, കോപ്പി ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അത് ലിങ്ക് നിങ്ങൾ അവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് പിന്നെ ടൈപ്പ് ചെയ്തിട്ട് ലാസ്റ്റാണ് നിങ്ങളുടെ പ്രൊഫൈലിന്റെ ലിങ്ക് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതും ഇവിടെ കോപ്പി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം പിന്നെ കോപ്പി ചെയ്തിരിക്കുന്ന ലിങ്ക് ഇതിൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റാണ്ടാവും. പിന്നെയും നമ്മൾ ഫുള്ള് ബാക്ക് അടിച്ചിട്ട് അതിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇതിൽ അതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് ടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ റിപ്പോർട്ട് അവിടെ പോകുന്നതായിരിക്കും. 2-3 ബിസിനസ് ഡേയ്സിൻ്റെ ഉള്ളിൽ അവരുടെ ഡീറ്റെയിൽ റിപ്ലൈ വരുന്നതായിരിക്കും. നിങ്ങൾ ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? വേറെ ഒന്നും നോക്കാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള ആ പ്രൊഫൈലിൽ അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ തന്നെ പോവുക. അതേ 3 ഡോട്ടിൽ പോവുക. ഇവിടെ 3 ഡോട്ടിൽ പോയതിന് ശേഷം നമുക്ക് മെറ്റ വെരിഫൈഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് 639 ഒരു പാക്കേജ് ഉണ്ട്, മന്ത്ലി 639 പാക്കേജ്.
അല്ലെങ്കിൽ നിലവിൽ 45 റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. 45 റുപ്പീസിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലത്. അത് തുടങ്ങിയിട്ട് അത് ഒരു മാസം ആവുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അത് ക്യാൻസൽ ചെയ്താൽ മതി. ഈ ഒരു ബാഡ്ജ് എടുക്കുക. ഓക്കെ, ഇപ്പൊ നിലവിൽ ഞാൻ എടുത്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയാണ് കാണുന്നത്. എടുക്കാത്തവർക്ക് ഇങ്ങനെയല്ല. അത് ആ 45 റുപ്പീസിന്റെ ബാഡ്ജ് എടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ലഭിക്കും. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെന്റ് ഓൺലൈൻ ത്രൂ ആയിട്ട് ഇതിൽ കൂടിയിട്ട് തന്നെ എമൗണ്ട് കട്ടായതിനു ശേഷം നിങ്ങൾക്ക് മെറ്റയായിട്ട് ഡയറക്റ്റ് സംസാരിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളത് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം എങ്ങനെയായിരിക്കും ഉണ്ടാവില്ലെന്ന്. ഇപ്പൊ ഇവിടെ നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് സപ്പോർട്ടിൽ പോയി ഇതാ നമ്മളത് ചെയ്ത് ഓക്കെ ആയതിനു ശേഷം നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഒരു ഇന്റർഫേസ്. കണക്ട് വിത്ത് ഏജന്റ്, നമുക്ക് ഡയറക്റ്റ് മെറ്റയുടെ ടീമുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാം. ഡയറക്റ്റ് അവരോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കുകയും ചെയ്യുക. ഇങ്ങനെ മാറ്ററൊക്കെ അവരെ ധരിപ്പിച്ചതിന് ശേഷം അവരെന്തെങ്കിലും ഒരു സൊല്യൂഷൻ തരുന്നുണ്ടോ നോക്കുക. ഓക്കെ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെന്താ പറയുന്നത്, അവർ പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ട് നമ്മൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു വഴിയുമില്ല. ആ പ്രൊഫൈൽ നിങ്ങൾ ഒഴിവാക്കിയിട്ട് വേറെ പുതിയൊരു പ്രൊഫൈൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇങ്ങനെ ഞാൻ മുമ്പ് ഒരു ടീമിന് 1-2 ടീമിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ഇവരായിട്ട് ചാറ്റ് ചെയ്തിട്ട് എനിക്കതിന്റെ പോസിറ്റീവ് ഫലം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കൂടുതൽ അവരുടെ ബാക്കിൽ നിങ്ങൾ പിന്നെ മാസാമാസം പേയ്മെന്റ് കൊടുത്തിട്ട് പിന്നെ നമുക്ക് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അതിനേക്കാൾ നല്ലത് പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഒരു വിഷയം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.